നാസയുടെ മൂൺ ബേസ് പദ്ധതിയിൽ ഭാഗമാകാൻ ISROയ്ക്ക് ക്ഷണം. 2032ഓടെ ചന്ദ്രനിൽ സ്ഥിരം സ്റ്റേഷൻ തയ്യാറാക്കുന്ന പദ്ധതിയാണ് നാസ മൂൺ ബേസ്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോൾ ഔദ്യോഗികമായി അറിയിച്ചത്. ആർടെമിസ് ധാരണയുടെ ഭാഗമായാണ് പദ്ധതി. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഭാരതത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടം, വിവരങ്ങൾ. തീർച്ചയായും ശ്രീ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം എന്നതിലുപരി ഭാരതം കൈവരിച്ച കാര്യക്ഷമതയുടെയും കാര്യപ്രാപ്തിയുടെയും അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തെ കഴിവുകളുടെയും ഒരു അംഗീകാരം കൂടിയാണ് ഇപ്പോൾ US-ന്റെ ക്ഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നാസ ഔദ്യോഗികമായി 2032ഓടെ മൂൺ ബേസ് സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ചില അന്തരീക്ഷ നിലയം പോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമാനമായ രീതിയിൽ ചന്ദ്രനിൽ ഒരു സ്ഥിരം ഗവേഷണ കേന്ദ്രം, ഒരു സ്ഥിരം സംവിധാനം ഒരുക്കുകയും അവിടെ നിന്ന് തുടർ ഗവേഷണങ്ങൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ദീർഘദൂര ബഹിരാകാശ യാത്രകൾ, ചൊവ്വയിലേക്കുള്ള യാത്രയിലൊക്കെ ചന്ദ്രനെ ഒരു ബേസ് സ്റ്റേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമാകാനാണ് ഇപ്പോൾ ഭാരതത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നത്. സെർജിയോ ഗോർ തന്നെ ഇക്കാര്യമായി, ഭാരതത്തിലെ ഇന്ത്യൻ അംബാസിഡർ സെർജിയോ ഗോർ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഭാരതത്തിന്റെ സഹകരണം ലഭ്യമാകുന്ന വിവിധ മേഖലകളുണ്ട്. നമുക്കറിയാവുന്നതാണ്, 2035ഓടെ ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നടപ്പാക്കാൻ പോകുന്നു. അത്തരത്തിൽ ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനെ പല ഘടകങ്ങളായി ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ച് അത് കൂട്ടിച്ചേർക്കുന്ന ഒരു പദ്ധതിയാണ്. സമാന രീതിയിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ ബഹിരാകാശ മൂൺ ബേസിന്റെ നിർമ്മാണത്തിലും പ്രായോഗികമായി നടപ്പാക്കുക. അത്തരത്തിലുള്ള ഭാരതത്തിന്റെ എക്സ്പെർട്ടൈസ് ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള കാര്യക്ഷമത തെളിയിക്കപ്പെട്ട ചന്ദ്രയാൻ 3ന്റെ വൻ വിജയം, അത്തരത്തിലുള്ള നിരവധിയായ കാരണങ്ങൾ ഇതിന് പ്രചോദനകരമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2032ഓടെ പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായുള്ള തുടർ ഗവേഷണങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടുവോളം ഭാരതത്തിന്റെ ISROയ്ക്ക് ഉണ്ട് എന്ന ഒരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഭാരതത്തെ ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തരമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായി ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. മറ്റൊരു നിർണായക ഘടകം, ബഹിരാകാശ രംഗത്തെ മറ്റ് കമേഴ്ഷ്യൽ രംഗങ്ങളിലും നാസ സഹകരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മൂൺ ബേസ് തയ്യാറാക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘടകമായിരിക്കും. 2023 മുതൽ ആർടെമിസ് അക്കോർഡിന്റെ, അതായത് സിവിൽ ആവശ്യങ്ങൾക്ക് ബഹിരാകാശ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നാസ മുന്നോട്ട് വെച്ച ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ ഭാഗമായി 2023 മുതൽ ഭാരതം മാറിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ, ഈ ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് 27ാമത്തെ രാജ്യമായാണ് ഭാരതം ഭാഗമായത്. അത്തരത്തിൽ വിവിധങ്ങളായ സംവിധാനങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. തീർച്ചയായും ഭാരതത്തിന്റെ ബഹിരാകാശ രംഗത്തെ നേട്ടം, കാലങ്ങളായുള്ള ഭാരതത്തിന്റെ ബഹിരാകാശ രംഗത്തെ വൻ നിക്ഷേപവും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർക്കുള്ള അംഗീകാരവും അതുപോലെ തന്നെ ഭാരതത്തിന്റെ മുന്നേറ്റവുമാണ് പ്രധാനമായ ഘടകം. ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത് ബഹിരാകാശ രംഗത്ത് വളരെ ഇന്നോവേറ്റീവായ മാറ്റങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷമായി തുടർച്ചയായി ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി സ്വകാര്യ റോക്കറ്റ് പോലും വിക്ഷേപിക്കുന്ന സാഹചര്യം ഭാരതത്തിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും നിർണായകമായ ഘടകം. അത്തരത്തിലുള്ള വൻതോതിലുള്ള വികസനം ബഹിരാകാശ രംഗത്ത് നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ രംഗത്തെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന, അല്ലെങ്കിൽ ലോകത്തിന് പ്രയോജനപ്പെടുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മൂൺ ബേസ് തയ്യാറാക്കുന്നതിന് ഭാരതത്തെ ഔദ്യോഗികമായി ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. നാസയുടെ മൂൺ ബേസ് പദ്ധതിയിൽ ഭാഗമാകാൻ ISROയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. 2032ഓടെ ചന്ദ്രനിൽ സ്ഥിരം സ്റ്റേഷൻ തയ്യാറാക്കുന്ന പദ്ധതിയിലാണ് നാസ മൂൺ ബേസ്. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോൾ ഔദ്യോഗികമായാണ് ഇക്കാര്യം അറിയിച്ചത്. ഐസൻ ജോസാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.